റിയോ അണ്ണാനെ കണ്ടായിരുന്നായിരിക്കും അവസ്ഥ. റിയോ 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 ബാ 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 റിയോ 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 എന്നെ ഓട്ടമാടായത്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിളിക്കൂട്ടി കയറാൻ വേണ്ടി പോവാണ്. കിളിക്കൂട്ടി കയറുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ കുറച്ച് ഗസ്റ്റ് നമ്മുടെ കിളിക്കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. 1-2 പേരെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കാണിക്കാത്ത ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ കിളിക്കൂട്ടിലുണ്ട് കേട്ടോ. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ അപ്ഡേറ്റ് ആണ്. അതുപോലെ നമ്മുടെ അണ്ണാകുഞ്ഞുങ്ങൾ എന്നാ പറയുന്നത്? അപ്പോൾ ഇവിടെ 2 പേര് കിളിക്കൂട്ടി കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. ഇത് 2 പേരും റിയോനെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കിളിക്കൂട്ടി കയറിയിട്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ റിയോ അണ്ണാനെ കണ്ടായിരുന്നായിരിക്കും അവസ്ഥ? ഇല്ലായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ആർക്കാന്നറിയോ? റിയോ വിചാരിക്കും റിയോയ്ക്കാ മുട്ടയെന്ന്. വരുന്നു മുട്ടയുടെ തോട് കിളികൾ കഴിക്കും. അപ്പൊ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ അണ്ണാകുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. വെള്ള ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവനെ ഞാൻ ബെൽറ്റ് ഇട്ടാണ് കേട്ടുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇവൻ അണ്ണാകുഞ്ഞുങ്ങളെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ കയറാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു അണ്ടർ വാട്ടർ GoPro ഇരിപ്പുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വെറൈറ്റി ആൾക്കാരെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പിടിച്ചോപ്പേ നമ്മുടെ ജിലേബി ഇവിടെ നടപ്പുണ്ട്. ഞാൻ പിടിച്ച് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മുടെ ഗോൾഡ് ഫിഷൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവൻ ഇതിലും വന്നപ്പോഴേക്ക് ഞാൻ ഇവനെ പിടിച്ചാണ് കേട്ടോ. ഇവന്മാരെ പിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഒട്ടും സ്പീഡില്ലേ. അപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇപ്പോൾ പ്രസൻറ്റ്ലി ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ വേനൽക്കാലം ആയപ്പോഴേക്കും മരമെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. നമ്മൾ നനയ്ക്കുന്നുണ്ട്. നനച്ചാൽ പോലും ഇലയൊക്കെ ഇച്ചിരി കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ചെടിക്കുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ വരും. ഇനി ഫസ്റ്റ് ദേ നമ്മുടെ മുട്ട, നമ്മുടെ അണ്ണാകുഞ്ഞുങ്ങൾ. എടാ നിങ്ങളിവിടെ പുറകെ ഇരിപ്പുണ്ടായിരുന്നോ? ദേ എന്നാ മുട്ട കൊടുത്തിട്ടുണ്ട്. അവന്മാർക്ക് ഒരെണ്ണം. ഇവന്മാർ വലിയ ആൾക്കാരായതുകൊണ്ട് അവന്മാർ നല്ല ക്യൂട്ടന്മാരായിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരാളുണ്ട്. ഇത് നമ്മൾ തോട് നമ്മൾ ഇങ്ങനെ പൊടിച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുക്കും. ഇവിടെ ഒരാളിരിക്കുന്ന നോക്കി. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കുഞ്ഞ് അതോ അയ്യോ വേണ്ട. ഇവനെയൊക്കെ കണ്ട് റിയോ കണ്ട് ചിലപ്പോൾ എടുത്ത് കടിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവനെ എവിടെയാണ് അപ്പോൾ ഇടുന്നത്? ഒയ്യോ എന്നാ കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിക്കിളീനെ കണ്ടോ? തിന്നാനുള്ളതല്ല, തൊട്ട് നോക്കിയേ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ ഇടുന്നത് കേട്ടോ. എന്നിട്ട് കടിച്ചു കുഞ്ഞിപ്പെണ്ണിനെ. ദേ സോഫ്റ്റ് ആയിട്ട് തൊട്ട് നോക്കുവാണ് ഇവിടെ ചുണ്ടേല്. ദേ കണ്ടോ? അല്ലല്ല പയ്യെ പിടിക്കുന്നത്. കണ്ണ് കടിക്കാൻ പോണം. ഇങ്ങോട്ട് വേണ്ട കുഞ്ഞിക്കിളി. തൊട്ട് നോക്കിയേ, മൂക്കേൽ തൊട്ട് നോക്കിയേ. അയ്യോ എടാ മൂക്ക കടിച്ചോ. അയ്യോ ഇങ്ങോട്ടോ. ഇവിടെ അതൊക്കെ കാണുന്നു. പയ്യെ പിടിച്ചു നോക്കുവാണേ. കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞിക്കിളിയാണ്. തൽക്കാലം ഇത് കണ്ടല്ലോ, ഇവരെ പറപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസം അഴിച്ചു വിടും. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ കുളത്തിലൊന്ന് ചെറുതായിട്ട് പോയി. അപ്പോൾ അവനെടുത്ത് നനഞ്ഞ് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കുമരകത്ത് ചൂണ്ടയിടാൻ പോയപ്പോഴേക്ക് നമുക്കൊരു വെറൈറ്റി ആളെ കിട്ടിയല്ലേ. ആ വെറൈറ്റി ആളെ ഞങ്ങൾ കൊണ്ടുവന്നൊരു സേഫ് ആയിട്ട് ഇവിടെ കുളത്തിലിട്ടുണ്ട്. ആളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആളെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ GoPro ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ 2 പേരും ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. എന്നാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ട് നമുക്ക് തന്നെ ഇവിടെ വന്ന് കയറണമെന്നായിരിക്കും പറയുന്നത് കേട്ടോ. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഇങ്ങേ അറ്റത്തെ കുളം. ഇത് കണ്ടല്ലോ, ഈ കുളത്തിനകത്ത് ആളുണ്ട് കേട്ടോ. സേഫായിട്ട് കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ ഫ്രണ്ടിൽ മേളിൽ ഫുള്ള് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന നോക്കി. എന്തോരം ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് നോക്കിയേ. ഇഷ്ടം പോലെ അവന്മാർ നൈസായിട്ട് ഇരുന്ന് നടക്കുവാണ്. ഇവിടെ എടാ നീ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഇങ്ങനെ വെള്ളം കുടിച്ച ആൾക്കാർ വിചാരിക്കും ഇതിനെ കൂടെ വെള്ളം പോലും കിട്ടുന്നില്ല. എനിക്കാണ് കുളത്തിൽ പോകാൻ അറിയാം. നീ ബ്ലൂ പറയുന്നത് അതെ ഇത് കണ്ടോ. ഇതെന്നെ സംഭവം എന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഫ്രഷ് വാട്ടർ പഫർ ഫിഷാണ് കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ ചൂണ്ടയിടാൻ പോയപ്പോഴേക്കും ചൂണ്ട കിട്ടിയതാണ് അവനെ. നല്ല രസം വന്നേക്കും. അവൻ്റെ കളറ് നല്ല ഫ്ലൂറസൻ്റ് കളറാണ്. ഇത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ അവനെ നമ്മുടെ ബോട്ടിൻ്റെ ലൈവ് വെല്ലിനകത്ത് ഇട്ടിട്ട് ഇവിടം വരെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച് പുള്ളി ചത്തുപോകുന്നാണ് വിചാരിച്ചു. പക്ഷേ ഒരു കുഴപ്പമില്ല, പുള്ളി സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ പെറ്റാക്കി. ഇപ്പോൾ കയ്യിൽ നിന്ന് തീറ്റയൊക്കെ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഞാൻ തീറ്റ കൊടുത്തവനാണ് ഇപ്പോൾ കാണിക്കാത്ത. കയ്യിൽ തീറ്റയൊക്കെ മേടിക്കും. ഇവനെ പെറ്റാക്കി വളർത്താൻ വേണ്ടി പോവാണ്. അതുകൂടാതെ ഇവിടെ ഒരു വെറൈറ്റി സംഭവമുണ്ട്. നമ്മുടെ ഫാൻറ്റെയിൽ കോഴിക്കാർപ്പ് ഇവിടെ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ പറ്റുമോ? പക്ഷേ ബെസ്റ്റ്. നമുക്ക് അവൻ വെള്ളത്തിൽ പോയി കേട്ടോ. അവന് പക്ഷേ അതൊന്നും പ്രശ്നമില്ല. അവന് ഇഷ്ടമാണ് വെള്ളത്തിൽ പോകുന്നത് കേട്ടോ. നമ്മുടെ ഫാൻറ്റെയിൽ കോഴിക്കാർപ്പിനെ അവിടെ ഉണ്ടോ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, ക്യാമറ താത്തി വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ കൂടെ അങ്ങ് വരെ കൊണ്ടുപോകേ. ഇതിനകത്ത് എന്തോരം ഗപ്പി ഉണ്ടെന്നറിയോ? അതെ വേണ്ടത് കണ്ടോ? കണ്ട് ഇത് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ.
ആ പോകുന്നവൻ നമ്മുടെ കിളിക്കൂട്ടിലുണ്ടായതാണ്. ഭയങ്കര രസമല്ലേ അവനെ കാണാനായിട്ട്. ഇതുപോലത്തെ കോഴിക്കാർപ്പ് നമ്മുടെ കിളിക്കൂടിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ബ്രീഡ് ആവുന്നുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ മീനച്ചിലാറ്റി ചൂണ്ടിടാൻ പോയപ്പോഴേക്കും നമുക്ക് 3 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അവന്മാരെ ഞാൻ കാണിച്ചു തരാം. ഗോപുരം ഞാൻ ജസ്റ്റ് ഈ സൈഡിലേക്ക് ഇടുവാണ്. ഈ മൂലയ്ക്ക് അവന്മാരുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മീനച്ചിലാറ്റിലെ ചെമ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ ഈ മോട്ടർ ക്ലീൻ ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? എന്നാൽ പപ്പ പിടിക്കാൻ ഞാൻ ഇറങ്ങാം. ഒരു മിനിറ്റ്, നമുക്കുണ്ടല്ലോ, ഞാൻ ഈ കുളത്തിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മോട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് റിയോനെ കൂട്ടിലിടുന്നതിന് അണ്ണാങ്കുഞ്ഞുങ്ങളൊന്ന് കാണിച്ച് നോക്കാം. ഇവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. ഇനി വന്നേ, ഇവിടെ നോക്കി, ഇവിടെ മണത്ത് നോക്കി. ഇവൻ അങ്ങനെ കിളികളെ ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. അയ്യോ, ഇവൻ പേടിച്ചിരിക്കുക ഇവിടെ, പക്ഷെ കുരയ്ക്കുന്നില്ല കേട്ടോ, അല്ലേ? അയ്യോ അയ്യോ, അത് തുറന്നു വെച്ചാൽ പറഞ്ഞു ഇപ്പം ചാടിപ്പോയേനെ കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. ഇവൻ പേടിച്ചിരിക്കുക. ബാ, അപ്പോൾ ഇവനെ കൊണ്ട് കൂടുതലിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗോൾഡ് ഫിഷ് ഇത് കണ്ടോണേ, ഇത് കണ്ടോ, നമ്മുടെ വൈറ്റ് ഗോൾഡ് ഫിഷ് നമ്മൾ മേടിച്ചപ്പോൾ വളരെ ചെറുതായിരുന്നു. അതുപോലെ തന്നെ ഈ ഡിസ്കസ് ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ മേടിച്ചത്, ഇതൊക്കെ നമ്മൾ മേടിച്ചപ്പോഴേക്കും ഭയങ്കര ചെറുതായിരുന്നു. ഇവന്മാരൊക്കെ അത്യാവശ്യം വലുതായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ, നമ്മുടെ ഗോൾഡ് ഫിഷ് ഡിസ്കസുകൾ, ഇവന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനും പപ്പയും കൂടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു പോണ്ടിന് എന്നാ ഇവന്മാർ പറക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാർ എന്തെങ്കിലും പരുന്തോ അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴാണ് ഇവന്മാർ ഇങ്ങനെ പറക്കുന്നത്. ഞാനും പപ്പയും കൂടെ ഈ ഒരു പോണ്ടിനെയും ക്ലീൻ ആക്കി. ഇത് കണ്ടല്ലോ, ഇവിടെയൊക്കെ നിറച്ച് മുള്ളമ്പായലായിരുന്നു. നേരെ തിരിച്ച് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പോണ്ടിനകത്ത് വേറെ ഒന്നുമില്ല. ഇവിടെ നിന്ന് അവിടം വരെ നല്ല ക്ലീനാണ് വെള്ളം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കിടക്കുന്ന മീനുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നേരെ തിരിച്ച് അവിടെ ചെടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അമോണിയ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുളം നല്ല രസമായി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുള്ളൊരു ടാസ്ക്, നമ്മുടെ ആമ്പൽ കംപ്ലീറ്റ് ആയിട്ട് പോയി. കാര്യം എന്ന് വെച്ചാൽ ആമ്പലിന് വേണ്ടത്ര സൂര്യപ്രകാശം കിട്ടുന്നില്ല. അതിൻ്റെ മേളിൽ ഫുള്ള് മുള്ളമ്പായൽ വന്നു. നമുക്ക് ഇത്ര ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ആമ്പലിനുള്ളൊരു സംഭവം ചെയ്ത് കൊടുക്കണം. അത് അടുത്ത ദിവസം ടാസ്ക് അല്ലേ? അപ്പം നല്ല പണിയായിരിക്കും അത്, കാരണം ഇത്രയും ചെടിയും മീനും കിടക്കുന്നതുകൊണ്ട് അടുത്ത ദിവസം നമുക്കത് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പപ്പ പറഞ്ഞു വിട്ട് ലാസ്റ്റ് നമുക്ക് സെൻറ്ററിലെ പോണ്ടത് ക്ലീൻ ചെയ്യണം. ഇവിടെ ഒരാളിതേ മീൻ കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. അവളുടെ കാലിൻ്റെ ചുറ്റും ഒരു ലോഡ് ഗപ്പികളാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ലോഡ് ഗപ്പികളാണ്. ഇവിടെ കുളിപ്പിക്കാനുള്ളല്ലേ? അപ്പോൾ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും, കുഞ്ഞിപ്പെണ്ണെ അങ്ങോട്ടേ ഞാൻ ഇവിടെ ഇറക്കാം. നമ്മുടെ കുളത്തിൽ ഈ പറഞ്ഞതുകൊണ്ട് ഇവിടെയാണ് മോട്ടർ ഇരിക്കുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ ചുറ്റും പായലാണ്. ഞാൻ എടുത്ത് കാണിക്കാവേ. ഇതിനകത്ത് ഇറങ്ങുമ്പോൾ തന്നെ മീനുകൾ വന്ന് കടിക്കാൻ തുടങ്ങും. ഞാനിവിടെ 5 ഇപ്പോൾ ഓഫ് ചെയ്തോ. ഞാൻ 5 മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ. എൻ്റെ കാലയിലുണ്ടല്ലോ, കടിയെന്ന് പറഞ്ഞാൽ പോരാ, മീനുകൾ എൻ്റെ കാലിനെ വന്ന് ആക്രമിക്കുക. എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ സ്പാഫിഷും ഗപ്പിയും പ്ലാറ്റിയും എല്ലാം കൂടെ വന്നിട്ടാണ് എൻ്റെ കാല് തിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പം ഞാൻ ക്യാമറ മുക്കുമ്പോഴേക്കും അവന്മാർ താന്നു പോവാണ്. ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിപ്പെണ്ണി വാ, കുഞ്ഞിപ്പെണ്ണിൻ്റെ കാലയിൽ ഇച്ചിരി ഗപ്പി കടിക്കട്ടെ. വാ. വേണ്ട, കുഞ്ഞിപ്പെണ്ണെ ഇവിടെ ഇത്ര മുക്കി വെച്ചേക്കുവാണേ. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാൻ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുളത്തെ കൊണ്ട് വെക്കുന്നതാണ് കേട്ടോ. നോക്കിയാൽ ഇപ്പോൾ കാണിക്കുന്ന കാട്ടാൻ കാണോണേ. ഇവളുടെ കാലയിൽ ചെറുതായിട്ട് മീൻ കടിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന്റെ കോട്ട കഴിഞ്ഞു. ഇനി ഇഹാൻകുട്ടന്റെ കോട്ടയാണ്. ഇഹാൻകുട്ടൻ അവിടുന്ന് എന്ന് പറയുന്നുണ്ട്. വാ, എന്നാ പിടിച്ചോ. എടി മീൻ വല്ലതും പിടിച്ചിട്ടുണ്ട് നീ? ഗപ്പിക്കുട്ടനെ വല്ലതും പിടിച്ചിട്ടുണ്ടോ? എന്നാ ഒക്കാമേ. ഇപ്പൊ ഇനി കരക്ക് കയറി കഴിയുമ്പോൾ കണ്ടോ, എന്നെ കാണുമ്പോൾ ഇങ്ങോട്ട് ചാടുവേ. ഇഹാൻകുട്ട, ഇവിടെ നിൽക്കുന്ന ഞാൻ കുഴപ്പമുണ്ടോ? ഇവിടെ നിൽക്കുന്ന ഞാൻ കുഴപ്പമില്ല. ഇവിടെ നിർത്താം. നിക്ക് ദേ അവിടെ നിക്ക്. കാല് വെക്ക് താഴെ, കാല് താഴെ വെക്കടാ. കാല് പൊക്കെ പിടിച്ചേക്കോ. കാല് തറയെ മുട്ടിക്കടാ. സൈഡിൽ പിടിച്ചോ. അവനെ തള്ളി വിടുവാ. ഇവിടെ പിടിക്ക്. ഓക്കേ. നീന്തൽ പഠിപ്പിക്കാനായിട്ട് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇതൊരു കാല് തറയക്കുത്ത്, കാല് തറയെ കുത്തറാ. അല്ലല്ല, അവന് തിരിച്ച് വരണം. ഇത് കണ്ടോ, ഞാൻ ഇതിനകത്ത് ഇപ്പോഴത്തെ ഇത് കാണിച്ചു തരാം. ഇതിനകത്ത് കുറേ പായൽ, ഈ സൈഡിൽ കിടക്കുന്ന പായലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ കോരിയതാണ് കേട്ടോ. ഇപ്പം മോട്ടർ ഇച്ചിരി അടഞ്ഞിരിക്കുവാണ്. ഇതിനകത്ത് നമ്മുടെ ഇപ്പോൾ ചെമ്പല്ലിനെ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് 3 ചെമ്പല്ലി ഉണ്ടായിരുന്നു. ഞാൻ 3 കണ്ടോ, ഒപ്പാട്ടില്ലതോ? ഇത് നമ്മുടെ സ്പാഫിഷൊക്കെ അടികൂടെ നടക്കുന്നു കേട്ടോ. നമ്മൾ 400 സ്പാഫിഷിനെ മേടിച്ചാണ്. ഏതാ അടികൂടെ നടക്കണോ സ്പാ? അഞ്ചു ചെമ്പല്ലി നിന്റെ കാലിലെടുത്തോണ്ട് തോന്നുന്നു കേട്ടോ. ചെമ്പല്ലി ഉണ്ട്, കൊഞ്ചുണ്ടല്ലേ അപ്പേ? ഇവന്മാരൊക്കെ എവിടെ പോയി ഇരിക്കണോ? ചെമ്പല്ലി ചിലപ്പോൾ ഈ ഇതിനടിയിൽ കയറിയിരിക്കും, മോട്ടറിൻ്റെ അടിയിൽ. മോട്ടർ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണത്. ഇവിടെ ഇത് കണ്ടല്ലോ,
ഈ ചപ്പൊക്കെ കയറിയിട്ട് നമ്മുടെ മോട്ടർ അടഞ്ഞിരിക്കും. പോരേപ്പേ ഇതുണ്ടല്ലോ, അത്യാവശ്യം ചെറുതായിട്ട് ഈ ഒരു പോണ്ട് കലങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിൽറ്റർ ഇട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് വേണോ? അതിന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ ഒരു പോണ്ട് ഫുള്ള് വെള്ളം കയറി ഇറങ്ങി കലങ്ങി ക്ലീൻ ബാക്ക് ടു നോർമൽ ആവും. 5 കൂടെ നിൽക്കട്ടെ. സ്വയം പര്യാപ്തതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ഒരു കാര്യം ചെയ്യാം, എന്താണെങ്കിലും നടുക്കത്തെ പോണ്ടിൽ ഇവളുടെ കാല് വെച്ചത് വളരെ അൺസക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഇതുണ്ടോ, നമ്മൾ ഈ പോണ്ടിൽ ഇത്രയും ചെടി ഇട്ടിരിക്കുന്ന കാര്യം ഇതാണ്. കിളികളൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞാൽ അറിയാതെ വെള്ളത്തിൽ പോകും, പക്ഷേ അപ്പോൾ അവർ ചെടിക്കകത്ത് കയറിയിരിക്കും. ഉണങ്ങാനായിട്ട് വെക്കുവാണ്, പപ്പോണ്ട് വെച്ചോളും. അഞ്ചു ഇതിനകത്ത് വലിയ സ്പാഫിഷ് ഉണ്ട് കേട്ടോ. ഇവരുടെ കാല് ഭയങ്കര ക്ലീൻ. ഞങ്ങളൊക്കെ ചെളിക്കകത്തൊക്കെ ഇറങ്ങുന്നുണ്ട്, കാലം ഇഷ്ടംപോലെ തീറ്റയായിരിക്കും മീനിന്. അഞ്ചുവിനൊന്നും കാലം തീറ്റയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് മീനൊന്നും വരാതെ അത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല. ഗപ്പിനെ ഉപയോഗിച്ച് നമ്മൾ സ്പാ ചെയ്യുന്നു. ഇതുണ്ടല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ എങ്ങനെ ഇക്കിളി എടുക്കുന്നില്ലേ? അഞ്ചുവിൻ്റെ നഖത്തിന് ഇടയ്ക്കുന്നൊക്കെ അവന്മാർ ഓരോന്നൊക്കെ കൊത്തിയെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല രസമാണ് ഈ പോണ്ടി കാലിട്ടിരിക്കാനായിട്ട്, ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു പോണ്ടുണ്ട്, ഇതുണ്ടോ. ഈ ഒരു പോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗപ്പിയുടെ ബ്രീഡിംഗ് സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു ഗപ്പിനെ കൊടുക്കുന്നുണ്ടോ എന്ന്. അൺലിമിറ്റഡ് ഗപ്പിയുണ്ട് നമുക്ക് കേട്ടോ, ഈ ഒരു പോണ്ടിലും നമ്മുടെ എല്ലാ പോണ്ടിലും കൂടെ കൂട്ടി. പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ലാത്തതിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് അങ്ങനെ വിൽക്കുന്നില്ല. കാര്യം വെച്ചാൽ നമ്മളിതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. നമുക്കിതിനകത്തൊരു സെയിൽസ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പോണ്ട് കാണിച്ചു തരാം. ഇതെല്ലാം മിക്സ്ഡാണ് കേട്ടോ. നമ്മൾ വിൽക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബ്രീഡോ ക്വാളിറ്റിയോ നോക്കുന്നില്ല. ഇവരുടെ ഫ്രീഡത്തിന് അങ്ങ് വിട്ടിരിക്കുകയാണ്. ഇവർ മിക്സ് ബ്രീഡൊക്കെ ആയാണ് വളരുന്നത്. ഇതുണ്ടോ, ഇപ്പോൾ എൻ്റെ കൈയുടെ അടുത്ത് ഗപ്പികൾ വരുന്നുണ്ടോ. നമ്മളൊരു 6-7 ഗപ്പീനെ കൊണ്ട് ഇതിനകത്ത് ഇട്ടതാണ്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് മൊത്തം ഉണ്ട്. ആ സൈഡിലേക്കൊക്കെ ഫുള്ള് മുള്ളംപാലാണ്. അതിനകത്താണ് ഇവന്മാർ ഈ പായലുള്ളിടത്താണ് കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇനി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല പണികളുണ്ട് കേട്ടോ. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ്, ഇതേ തൊമ്മൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ്. ഇതിനിടയ്ക്ക് നമ്മൾ മീൻ പിടിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, നമ്മുടെ അണ്ണാൻ്റെ അപ്ഡേറ്റും നമ്മുടെ കുളത്തിൻ്റെ അപ്ഡേറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് മീനച്ചിലാറ്റിലാണ്, കോട്ടയത്ത്. ഞാനും ഉണ്ട്, അമലും ഉണ്ട്, ജിനോചാച്ചനും ഉണ്ട്. നമ്മുടെ ബോട്ടയിലാണ്. ഫുൾ പാക്ഡ് ആണ് കേട്ടോ, ഫുൾ പാക്ഡ് ആണ് ബോട്ട്, ടൈറ്റ്ലി ലോഡഡ് ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് 24 hours നമ്മൾ മീനച്ചിലാറ്റിൽ സ്റ്റേ ചെയ്യുന്നു. നമ്മൾ ഇതുവരെ ബോട്ടേ കിടന്നിട്ടില്ലോ. നമ്മളെ ഫോൺ മുങ്ങിയെടുത്ത് എനിക്ക് എല്ലാവരും എന്നൊരു മീൻ പിടിച്ചു ഞാൻ മുങ്ങി നോക്കാൻ വേണ്ടി പോണേ. കിട്ടിയാ കിട്ടും. ഇല്ല, ഞാൻ മുങ്ങും. എന്നാ ചുള്ളിയറിയോ, സുരക്ഷിത തെളിയാ. തലേ തന്നെയല്ലേ? തലേ തന്നെ. ഇപ്പൊ ഗോളും ഞാൻ സത്യം പറയട്ടെ, അമലിന് വിഷമായ ചോദിച്ചാൽ ഞാൻ സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചറിയോ കിട്ടത്തില്ലെന്നാ. കാരണം അതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. കാരണം ഒന്ന് ഫോണാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം വലയിട്ടു. ഞാൻ ഉറപ്പാണെന്ന് വിചാരിച്ച് മണ്ണിനടി പോകാൻ. നന്ദി മാത്രമേ ഉള്ളൂ. ഇവിടെ എത്രയോ അരയപ്പോ വെള്ളം ഇവിടെ ഉണ്ടല്ലോ, മുട്ടപ്പൻ ചെളിയാ. ഞാൻ നീന്തിട്ട് കയറാം. നീ എത്ര നേരം മുൻ കിടന്നറിയോ? 1.25 മിനിറ്റ് കണ്ടിന്യൂസ് റെക്കോർഡിംഗ്. 1.25 മിനിറ്റ്. 1.25 മിനിറ്റോ? എനിക്ക് ഞാൻ ബ്രീത്തിങ് സെറ്റായി.